മഴ കുറഞ്ഞെങ്കിലും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. ഇന്ന് 2 പേർ കൂടി മരിച്ചതോടെ മഴക്കെടുതി മരണം 9ആയി. 13 പേർ ചികിത്സയിൽ തുടരുകയാണ്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 6000-ഓളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുമ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറയുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് തയ്യാറെടുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. അത് താഴെ തട്ട് വരെ നടത്തിയിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മൺസൂണിന് മുമ്പ് തന്നെ നൽകിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ്. തകർന്ന റോഡുകളൊക്കെ പുനഃസ്ഥാപിച്ച് അതെല്ലാം ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ആരംഭിച്ച ക്യാമ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് രാവിലെയാണ് ആദ്യമായിട്ട് അവിടെ പ്രഭാഷണം കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ചെയ്യും. വെള്ളം ഇറങ്ങുന്ന ആ നിമിഷത്തിൽ തന്നെ മാലിന്യങ്ങളൊക്കെ നീക്കി പോകണമെന്നാണ്. സ്വാഭാവികമാണ്, അത് തെറ്റില്ല. പക്ഷേ നമ്മൾ അടിയന്തരമായി തന്നെ ഇന്ന് തന്നെ ഒക്കെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യും. സുനിഷ അയിലൂർ വിവരങ്ങളുമായ. സുനിഷ, ഇപ്പോൾ 3 ദിവസം കൂടി മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഇപ്പോൾ ഇന്നലത്തെ അത്ര മഴയില്ല എങ്കിലും പലയിടത്തും വലിയ രീതിയിൽ നാശനഷ്ടങ്ങളുണ്ട്. റാന്നി, ആറന്മുള എന്നിവിടത്തെ നാശനഷ്ടം അതിഗുരുതരമാണ്. എന്താണ് ഇപ്പോൾ റവന്യൂ മന്ത്രി പറയുന്നത് സുനിഷ? സ്മൃതി, അതാണ് അടുത്ത മണിക്കൂറുകളിൽ മഴയുടെ തീവ്രത കുറയുമെങ്കിലും അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രവും ഒപ്പം തന്നെ റവന്യൂ വകുപ്പും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. മഴ കുറയുന്നുണ്ടെങ്കിൽ പോലും മഴക്കെടുതി രൂക്ഷമായി തന്നെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ അലർട്ടുകൾ പ്രകാരം ഇന്ന് ഈ പറഞ്ഞതുപോലെ 14 ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. അതിൽ കൊല്ലവും തിരുവനന്തപുരം ഒഴികെ മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ്. അതേസമയം തന്നെ നാളെ 10 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകൾക്കും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകൾക്കും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതായത് അടുത്ത ദിവസം കൂടി മഴ ഇതേ രീതിയിൽ തുടരുമെന്നുള്ളതാണ്. തീവ്രത കുറയുമെങ്കിലും മഴ രൂക്ഷമായി തന്നെ തുടരും. ഇപ്പോഴും നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിരയിൽ തന്നെയാണ്. അതുകൊണ്ട് നദികൾക്ക് കരയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. പല ഡാമുകളും ഈ ഷട്ടറുകൾ തുറന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് റവന്യൂ വകുപ്പ് അറിയിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ മഴക്കെടുതി കൈയെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും അത് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിലിപ്പോൾ 9 മരണമാണ് ഈ മഴക്കെടുതിയുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിട്ടുള്ളത്. 13 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. നിരവധി പേരെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ 27ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 200-ലധികം വീടുകൾ ഭാഗികമായി തകർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. 6000-ലധികം പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് നിൽക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ മഴ തുടരുമെന്നൊരു സാഹചര്യമുള്ളൊരു പശ്ചാത്തലത്തിൽ ഒപ്പം തന്നെ മഴക്കെടുതി കൂടി രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ അത് ജനങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ശക്തമായ മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കാം എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഈ തീരദേശത്തുള്ളവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കടലാക്രമണത്തിനും കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 3 ദിവസം മഴ തുടരുമെന്നുള്ളതാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട ആറന്മുളയിൽ ഇപ്പോഴും സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്.